നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് സ്വന്തം അമ്മ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവം, പിന്നാലെ പിതൃസഹോദരൻ, അതായത് കുട്ടിയുടെ പിതൃസഹോദരൻ ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന വിവരവും ഒക്കെ ഉണ്ടാക്കിയ നടുക്കം വലുത് തന്നെയാണ്. ഇപ്പോൾ ഇതാ സമാനമായൊരു സംഭവം തിരുവനന്തപുരം വർക്കലയിൽ സംഭവിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം വർക്കലയിൽ 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് കുട്ടിയുടെ മാതൃ സഹോദരൻ ആണ്. 44 വയസ്സുകാരനാണ് ഇത്തരത്തിൽ 9 വയസ്സുകാരിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ആയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഈ അമ്മാവൻ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഏതാനും മാസങ്ങളായി സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസം. ഈ ഒരു അവസരം ഇയാൾ മുതലെടുക്കുകയായിരുന്നു 9 വയസ്സുകാരിയെ. ഇതിനിടെ ഇയാൾ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ലൈംഗിക പീഡനം നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഇത്തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതാനും ദിവസം മുൻപായിരുന്നു വയറുവേദന കാരണം കുട്ടി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. അപ്പോൾ മാത്രമാണ് ഈ ഒരു കാര്യം, അതായത് ഇത്തരത്തിലൊരു പീഡന വിവരം പുറത്തേക്ക് വരുന്നത്. തുടർന്ന് ആശുപത്രി അധികൃതർ ആയിരൂർ പോലീസിനെ വിവരം അറിയിച്ചു. പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും വളരെ നടുക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. സ്വന്തം അമ്മയുടെ സഹോദരൻ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. പക്ഷേ എറണാകുളത്ത് സംഭവിച്ചത്, അതായത് വെറും 4 വയസ്സുകാരിയെ പിതൃസഹോദരൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സംഭവം, അത് കേട്ട നമുക്ക് മുന്നിലേക്ക് ഈ ഒരു വാർത്ത വളരെ നടുക്കം ഉളവാക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന ഒരു ആശങ്കയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി കൊല്ലപ്പെട്ട ദിവസവും രാവിലെയും പീഡനത്തിന് ഇരയായി എന്ന വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. നമുക്കതുണ്ടാക്കിയ നടുക്കം വലുത് തന്നെയാണ്. കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത പിതൃ സഹോദരനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. പുത്തൻകുരിശ് പോലീസാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കുട്ടിയുടെ അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരനായിരുന്നു പ്രതി. ഇയാൾ INTUC അംഗം കൂടിയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. നേരത്തെ തന്നെ പീഡനത്തിനിരയായെന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ഇതോടെയാണ് ആരാണ് പീഡിപ്പിച്ചതെന്ന അന്വേഷണം പിതൃ സഹോദരനിൽ എത്തി നിന്നത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കുട്ടി കൊല്ലപ്പെട്ട ദിവസം രാവിലെയും ഇയാൾ പീഡിപ്പിച്ചു. കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ മുതൽ ഇത്തരത്തിൽ പീഡനം തുടങ്ങിയിരുന്നു. അടുപ്പ് മുതലെടുത്ത് കുട്ടിയെ തറവാട്ട് വീട്ടിലെത്തിച്ചാണ് ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് ഇയാൾ ഇരയാക്കിക്കൊണ്ടിരുന്നത്. കൊല്ലപ്പെടുന്നതിൻ്റെ തലേദിവസം കുട്ടി ഇയാൾക്കൊപ്പം ഉറങ്ങിയിരുന്നു. മൃതദേഹ പരിശോധനയിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആന്തരിക മുറിവുള്ളത് ഫോറൻസിക് സർജൻ കണ്ടെത്തി. നിരവധി തവണ പീഡനത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളടക്കം പിന്നീട് പുറത്തു വരികയും ചെയ്തു. ഇതോടെ കുട്ടിയുമായി അടുപ്പം പുലർത്തിയിരുന്നവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയിലേക്ക് എത്താനായത്. റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അമ്മയെ 5 പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. മാത്രമല്ല ഈ പ്രതിയെയും തെളിവെടുപ്പ് നടത്തിയിരുന്നു. വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇയാൾക്കെതിരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ഒരു വിവരം ഏറെ നടക്കുന്നതായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ മാതൃ സഹോദരൻ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നതടക്കമുള്ള മറ്റൊരു വാർത്തയും പുറത്തു വരുന്നു. തീർച്ചയായിട്ടും പെൺകുട്ടികളൊന്നും വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്ന കാര്യത്തിലേക്ക് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുകയാണ്. കുറച്ചുകൂടി ജാഗ്രത പെൺകുട്ടികളുടെ കാര്യത്തിൽ വേണ്ടി വരുന്നു എന്ന ഒരു കാര്യത്തിലേക്കും കൂടി ഈ വിഷയം വിരൽ ചൂണ്ടുന്നുണ്ട്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. പിയൂണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം. ആളൊഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് പിയൂണിനെ കണ്ടെത്തിയത്. കോന്നി മുതുപേഴുങ്കൽ സ്വദേശി ബെജിവിനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 52 വയസ്സായിരുന്നു. പത്തനംതിട്ട കൂടൽ സർക്കാർ സ്കൂളിലെ ജീവനക്കാരനാണ് ബെജി. അപകീർത്തി പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് ബെജിക്കെതിരെ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രഥമ അധ്യാപിക പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ സംഭവത്തിൽ ബെജിയെ പോലീസ് വിളിപ്പിച്ചിരുന്നു. പിന്നാലെ ബെജിയെ കാണാതായി. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. പിന്നീടാണ് വീടിനകലെയുള്ള ആളൊഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിൽ ബെജിയെ കണ്ടെത്തിയത്. പത്തനംതിട്ട കൂടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജീവനക്കാരനായ മുതുപേഴുങ്കൽ സ്വദേശിയാണ് മരിച്ചത്. കോന്നി ഊട്ടുപാറയിലെ പറമ്പിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ബെജി നേരത്തെ ജോലി ചെയ്തിരുന്നത് കോന്നി എലിമുള്ളം പ്ലാക്കിലെ
സർക്കാർ സ്കൂളിലായിരുന്നു. അധ്യാപിക അഴിമതിക്കാരിയാണെന്ന് ആരോപിച്ച് ബെജി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കത്തുകൾ അയച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് മാനഹാനി ഉണ്ടാക്കിയെന്നും അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്നും ആരോപിച്ചുമാണ് പ്രധാന അധ്യാപിക ബെജിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. പരാതിയിൽ മനംനൊന്താണോ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത് എന്ന ചോദ്യം ശക്തമാവുകയാണ്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തുവരും. മറ്റൊരു വാർത്ത കൂടി ഇന്ന് നമ്മളെല്ലാം ഏറെ ആഴത്തിൽ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് നിലമ്പൂർ ഉണ്ടായത്. നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന് നാടിന്റെ ആദരാഞ്ജലി. ഈ കേസിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട്. വഴിക്കടവ് വെള്ളക്കെട്ട് സ്വദേശി വിനീഷാണ് അറസ്റ്റിലായത്. കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടിയാണ് ഇയാൾ കെണിവെച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. വിനീഷ് നേരത്തെയും സമാനമായ രീതിയിൽ കെണിവെച്ച് പന്നിയെ പിടികൂടിയിരുന്നു. ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. ഡിവൈഎസ്പി കെ അലവിക്കാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ ചുമതല കൈമാറുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിയുടെ ഫോൺ കോൾ വിവരങ്ങൾ അടക്കം വിശദമായി പരിശോധിക്കും. മറ്റാർക്കെങ്കിലും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കെണി വെച്ചതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും കൂടി ഉടലെടുത്തിരിക്കുകയാണ്. CPM നേതാക്കളൊക്കെ പ്രതികരിച്ചത് നമ്മൾക്കറിയാവുന്നതാണ്. അതായത് ഇതിന് പിന്നിലൊരു ദുരൂഹതയുണ്ട്. ഇത്തരത്തിൽ ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രതികരണം ഇപ്പോൾ LDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാർക്കെങ്കിലും ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും. മരിച്ച അനന്തുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അനന്തുവിനും സുഹൃത്തുക്കൾക്കും ഷോക്കേറ്റ് പരിക്കേറ്റ സുഹൃത്തുക്കളുടെ നില ഗുരുതരമല്ല. പക്ഷേ അനന്തുവിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. അനന്തുവിൻ്റെ വയറിൽ നേരിട്ട് ഷോക്കേറ്റതാണ് മരണത്തിന് കാരണമായത്.